തീയതിയിൽ കഴിഞ്ഞ കാലത്തിന്റെ നാൾവഴികളിലെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ച് ഒരു ലഘു വിവരണം. ഇന്നലകളിൽ ഇന്ന്. മെയ് 27. 61 വർഷങ്ങൾക്ക് മുമ്പ് ഈ ദിവസമാണ് സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞത്. 18ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഡൽഹിയിലേക്ക് കുടിയേറിയ ഭരണപരമായ അഭിരുചിയും പാണ്ഡിത്യവും കൊണ്ട് ശ്രദ്ധേയരായ കാശ്മീരി ബ്രാഹ്മണരുടെ ഒരു കുടുംബത്തിലാണ് നെഹ്റു ജനിച്ചത്. പ്രശസ്ത അഭിഭാഷകനായിരുന്ന മോത്തിലാൽ നെഹ്റു ആയിരുന്നു അച്ഛൻ. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഇംഗ്ലണ്ടിലെ ഹാരോ സ്കൂൾ, കേംബ്രിഡ്ജ് ട്രിനിറ്റി കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു നെഹ്റുവിൻ്റെ കോളേജ് വിദ്യാഭ്യാസം. 1912 ബാരിസ്റ്റർ പരീക്ഷ പാസ്സായി ഇന്ത്യയിൽ മടങ്ങിയെത്തി. 1916 കമലയെ വിവാഹം കഴിച്ചു. അച്ഛൻ മോത്തിലാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദവിയിൽ ഇരുന്നുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണിയിൽ നിൽക്കുമ്പോഴാണ് ജവഹർലാൽ സജീവ രാഷ്ട്രീയത്തിലെത്തുന്നത്. 1916 ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിലാണ് നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടുമുട്ടുന്നത്. ബ്രിട്ടീഷുകാരുമായി ശണ്ഠ കൂടാത്ത മോത്തിലാലിൻ്റെ ശൈലിയേക്കാൾ നെഹ്റുവിനെ ആകർഷിച്ചത് മഹാത്മാഗാന്ധിയും അദ്ദേഹത്തിൻ്റെ നിസ്സഹകരണ പ്രസ്ഥാനവുമാണ്. നെഹ്റുവിൽ ഇന്ത്യയുടെ ഭാവി ഒളിഞ്ഞിരിക്കുന്നതായി ഗാന്ധിജിയും കണ്ടെത്തി. ക്രമേണ നെഹ്റു കുടുംബം മുഴുവൻ ഗാന്ധിജിയുടെ അനുയായികളായി. സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായതോടെ അറസ്റ്റും ജയിൽവാസവും ജീവിതത്തിൻ്റെ ഭാഗമായി. കോൺഗ്രസ് ബ്രിട്ടനുമായുള്ള എല്ലാ സഖ്യങ്ങളും അവസാനിപ്പിക്കണമെന്ന് നെഹ്റു അഭിപ്രായപ്പെട്ടു. പതുക്കെ പതുക്കെ അദ്ദേഹം കോൺഗ്രസിൻ്റെ സുപ്രധാന സ്ഥാനത്തേക്ക് ഉയരുകയായിരുന്നു. ഭാരത ജനത നെഹ്റുവിനെ ഗാന്ധിജിയുടെ പിൻഗാമിയായി കണ്ടു. നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് അതിൻ്റെ ലക്ഷ്യങ്ങൾക്ക് കൂടുതൽ വിശാലമായ മാനങ്ങൾ നൽകി. 1947 ആഗസ്റ്റ് 15 ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി. കുടുംബാസൂത്രണ പദ്ധതി, പഞ്ചായത്ത് രാജ് പദ്ധതി, ദേശീയ ആസൂത്രണ കമ്മീഷൻ, ജലസേചന പദ്ധതികൾ, ഇങ്ങനെ പദ്ധതികൾ ഓരോന്നായി രാജ്യത്ത് നടപ്പാക്കപ്പെട്ടു. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ എന്ന് പറഞ്ഞ നെഹ്റു വിദ്യാഭ്യാസ രംഗത്ത് നവീനമായ ആശയങ്ങൾ അവതരിപ്പിച്ചു. രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസത്തിനായുള്ള നിരവധി സ്ഥാപനങ്ങളും അദ്ദേഹം സ്ഥാപിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ കാലത്താണ്. 1962 ശേഷം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിക്കുവാൻ തുടങ്ങി. 1964 മെയ് 27 ആധുനിക ഇന്ത്യയുടെ ശില്പി യാത്രയായി. യമുന നദിയുടെ കരയിലുള്ള ശാന്തിവനത്തിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ നടത്തി.